അങ്ങനെ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് സൺസ്ക്രീം എടുത്തിടുവാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ രൂപവും ഇതൊക്കെ മാറി, നല്ല ചൂടും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പം കുറച്ച് സൺസ്ക്രീം എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുവാണ്. ചുമ്മാ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ആൽഫ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അത് കട്ട് ചെയ്യാണ്ട് ഞാൻ ഇടുമെന്ന്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചിരിക്കട്ടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ആ ഉണ്ണിയപ്പം എന്താണെന്ന് വെച്ചാൽ ചേട്ടായി എന്തെന്ന് വെച്ചാൽ ഒരു വലിയ പാത്രത്തിനകത്ത് കുത്തി നിറച്ചിട്ട് അടച്ചു വെച്ച്, എന്നിട്ട് അതെടുത്ത് നോക്കിയപ്പോൾ വളിച്ചു പോയി. അല്ലെങ്കിൽ ഒരു 5-8 ദിവസം പോലും ഒരു കേടും ഇല്ലാതിരിക്കുന്ന ഉണ്ണിയപ്പം കേട്ടോ. ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ അത് പറഞ്ഞ് ചിരിക്കുകയാണ് നമ്മൾ. ചേട്ടായ ഞാൻ ക്രീം ഇടുമ്പം ചേട്ടായ ഉണ്ണിയപ്പം എടുത്ത് കഴിക്കുന്ന രംഗമാണത്. വളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കളയുന്നില്ല, കുഴപ്പമില്ല എന്നാണ്. പിന്നെ എന്താ, പോകുന്ന വഴിക്ക് ഈ പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിനൊരു അസ്തമനം ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ കാട് പിടിച്ച് കിടക്കുക പൂക്കൾ. പിന്നെ നമ്മൾ ഇങ്ങനെ കുറേ അങ്ങ് ദൂരെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൾഫിലൊക്കെ മരുഭൂമിയില്ലേ, നമ്മുടെ ആടുജീവിതമൊക്കെ കണ്ട പോലെ എനിക്കങ്ങനെയാണ് തോന്നിയത്. നല്ല മരുഭൂമി പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ എല്ലാവരും വണ്ടി നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് താഴ്വാരം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ താമരശ്ശേരി ഒന്നുമല്ല കേട്ടോ. പക്ഷേ ഈ ചുരത്തിൽ കൂടെ പോകാൻ നമുക്ക് പേടിക്കുകയും വേണ്ട. അതെന്താണെന്ന് അറിയില്ല, അത്രയും ഭംഗിയായിരുന്നു അതിനകത്തൂടെ ആദ്യം കാട് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടായിക്ക് ഇച്ചിരി ഉറങ്ങണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു തണൽ നോക്കിയിട്ട്, ഒരു മരമോ സൈഡിലൊന്നുമില്ല, തണലായിട്ട്. അപ്പോൾ ഇങ്ങനെ റോഡ് മൊത്തം വെയിലായിട്ട് കിടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് ഒന്ന് ഇച്ചിരി സമയം കിടക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവസാനം കണ്ടെത്തിയ വഴിയാണത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നേ. അപ്പോൾ അതാണ് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചത്. മുരിങ്ങ നിറച്ച് മുരിങ്ങപ്പൂവും മുരിങ്ങക്കായും ആയിരുന്നു, ആർക്കും വേണ്ടാണ്ട് കിടക്കുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡ് മുഴുവൻ കരിമ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം കുടിക്കണം ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു കടയിൽ കയറി. നല്ല കടയായിരുന്നു കേട്ടോ, നല്ല വൃത്തിയായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. ആ വഴി മുഴുവനും അങ്ങനെയാണ്, നല്ല വൃത്തിയും വെടിപ്പുമുള്ള കടകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. മഹാരാഷ്ട്ര ഇത്രയും നല്ല വൃത്തിയുള്ള സ്ഥലമൊന്നും അറിയത്തേ ഇല്ലായിരുന്നു. അത്രയും ഭംഗിയുണ്ട്, വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ കരിമ്പൊക്കെ ചെത്തി നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ടാട്ടോ അവർ ചെയ്തു തരുന്നത്. അപ്പോൾ ഞങ്ങൾ നാരങ്ങാനീര് ഒഴിച്ചിട്ടില്ല, ഐസ് ഇട്ടിട്ടില്ല, വെറും ഫ്രഷ് ജ്യൂസ് മാത്രം കേട്ടോ. നല്ല പച്ച കളറുള്ള ജ്യൂസ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബോട്ടിലുണ്ടായിരുന്നു, അതിനകത്താക്കിയിട്ട് അതുണ്ടോ കരിമ്പ് മാത്രം പിഴിഞ്ഞെടുത്ത ജ്യൂസ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ തലയൊക്കെ തട്ടി മറിച്ചു പോകും. ഞാൻ വിചാരിച്ചു ദൈവമേ പണി കിട്ടിയിരുന്നു, പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ. നല്ല എനർജി ആയിരുന്നു. കരിമ്പ് ജ്യൂസ് നല്ലതല്ലേ, മഞ്ഞപ്പിത്തത്തിനും നല്ലതെന്ന് പറയുന്നത് കേട്ടെ. പിന്നെ ഒരു കാളവണ്ടി വന്നപ്പം ചേട്ടാ പറഞ്ഞ കാളവണ്ടിയൊക്കെ എടുക്ക്, അതൊന്നും ഇപ്പം കിട്ടാത്തൊരു കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കുന്നിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ച. പിന്നെ 2 സൈഡിലും കൃഷിയാണ്. ഞങ്ങൾ സന്ധ്യ ആയതുകൊണ്ട് അവിടെ ഒന്നും നിർത്തിയില്ല. ഉള്ളി മുഴുവൻ നമ്മുടെ സവോളയില്ലേ അത്. പിന്നെ ഇങ്ങനെ പോകുമ്പം പെട്ടെന്ന് പേടിച്ച് പോയി. പുലീൻ്റെ പടമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതെന്താ ഫോറസ്റ്റിൽ കൂടെയാണോ പോകുന്നത്. അപ്പോൾ ഞാൻ ചേട്ടാനോട് വേഗം നമുക്ക് ഇവിടുന്ന് കടന്നു പോകാം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ പിന്നെ കുറേ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു അന്നേരം. അപ്പോൾ കാണാം ദൈവമേ എന്തൊരു സൂപ്പർ സ്ഥലമാണെന്നറിയോ. മലകളും താഴ്വാരങ്ങളും. നമ്മൾ എന്താ പറയുക, താമരശ്ശേരി ചുരമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറക്കമാണ്. ഇറക്കുന്നുണ്ട്, കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. താഴ്വാരം എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ നമ്മൾ ഇറങ്ങിപ്പോവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ഫോണിൽ കാണാൻ പറ്റുമെന്നറിയില്ല. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. ആ ഒരു ചുരം, ആ വളവ് ഇറങ്ങുമ്പോൾ എന്നാൽ നമുക്കൊരു പേടിയൊന്നുമില്ല കേട്ടോ. സാധാരണ ചുരം ഇറങ്ങുമ്പോൾ എല്ലാം ഞാൻ പേടിച്ച് വിറച്ചായിരിക്കണം. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് അടിപൊളി, എന്താ പറയുക, അതിന് വാക്കുകളില്ല നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ കുറച്ച് തേനൊക്കെ മരത്തിൽ തേനീച്ച കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ പറഞ്ഞു ഇതൊക്കെ ഇതെല്ലാം എടുക്കണ്ടേ, ഇതെല്ലാം നല്ല കാഴ്ചകളല്ലേ. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങാൻ പോവാം. ഇതുണ്ടോ, ഇതിനെന്താ പറയണ്ടേ, എനിക്ക് അറിഞ്ഞൂടെ ഇതിനെപ്പറ്റി വിവരിക്കാനൊന്നും. സന്ധ്യ ആയതുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി അവിടെ നിർത്തിയൊന്നുമില്ല, പോയിട്ടോ. അപ്പോൾ ഇതുകൊണ്ട് എന്തോ ഭംഗിയൊക്കെയാണ്. ഇതെന്താണ് സംഭവം നമുക്കറിയില്ല. ഞാൻ പറയും ഇങ്ങനെ ഭയങ്കര ഇറക്കമാണ്, നമ്മളങ്ങ് അട്ടി നിലയിലെത്തും. പക്ഷേ പേടിക്കാനൊന്നുമില്ല. അത്രയും ഒരു എന്താ പറയുക, ഈ റോഡിൽ കൂടെ വന്നിടത്തോളം സമയത്ത് ഒരു പേടിയും തോന്നിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഇതിലേക്കൂടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ വരുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും മഴക്കാലത്ത്.
എന്ത് രസമാണെന്ന് പറയുക കാണാം. ഇത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് കണ്ട് ആസ്വദിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ അത്രയും നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ വീഡിയോ ഒന്നും. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അനുഭവം വരും. അത്രയും ഭംഗിയായിട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ താഴ്വാരം ഇതെന്താണെന്നറിയില്ല, വെള്ളക്കെട്ട് പോലെ ഇങ്ങനെ കിടപ്പുണ്ട് കുറേ അടിവാരത്തിൽ.